ഇത്തരത്തിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഇടതുമുന്നണിയിൽ തന്നെ ഉയർന്നു വരുമ്പോൾ അത് ഏകപക്ഷീയമായി അങ്ങനെ നടപ്പാക്കിയെടുക്കാൻ കഴിയില്ല എന്ന ബോധ്യം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കാലങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന MV ഗോവിന്ദൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മാത്രമേ ഈ പദ്ധതി നടപ്പാക്കൂ എന്ന നിലപാടിലേക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എത്തിച്ചേരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ CPM ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോട് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ, വരും ആഴ്ചകളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകൾ നടത്തും. ഇപ്പോൾ എല്ലാവരെയും വിശ്വാസത്തിലെടുക്കാതെ ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്ന് ബോധ്യമുള്ള ആൾ കൂടിയാണ് MV ഗോവിന്ദൻ. അതുകൊണ്ടാണ് എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകൂ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ വാചകത്തിൽ ചില കുത്തുകൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കർണാടക ലോബിക്ക് വേണ്ടിയാണ് ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതെന്ന് കോൺഗ്രസിന് ചാരിക്കൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം അങ്ങനെ ചെയ്യുന്നതാണോ എന്നൊരു ധ്വനി അതിനകത്ത് വായിച്ചെടുക്കേണ്ടി കൂടി വരും. എന്തായാലും വരും ദിവസങ്ങളിൽ CPI-യെയും അതുപോലെ തന്നെ ഇടതുമുന്നണിയും വിശ്വാസത്തിലെടുത്ത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ജലചൂഷണം ഉണ്ടാകില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം മാത്രമേ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ബോധ്യത്തിലേക്ക് CPM-ന്റെ നേതൃത്വം എത്തിച്ചേർന്നതിന്റെ ഭാഗമായിട്ടാണ് MV ഗോവിന്ദന്റെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ. ശരി സൈഫ്, ഇപ്പോ നോക്കൂ, ഈ ക്യാബിനറ്റിൽ നിന്ന് വരുന്ന വാർത്ത നമ്മൾ നേരത്തെ സാജു റിപ്പോർട്ട് ചെയ്തത് പിണറായി വിജയനും എക്സൈസ് മന്ത്രിയും മാത്രമേ അറിയുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളുമായി കൂടിയാലോചന ഉണ്ടായിട്ടില്ല. മറ്റു വകുപ്പിലെ മന്ത്രിമാർക്ക് പോലും അതിനെക്കുറിച്ചൊരു ധാരണയുമില്ല. ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നോക്കൂ, നിയമസഭയിൽ കാർബോറാണ്ടം കമ്പനിക്ക് ഞങ്ങൾ കരാർ അവസാനിപ്പിക്കാൻ കത്ത് കൊടുത്തിരിക്കുകയാണ് എന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി എഴുന്നേറ്റ് കാർബോറാണ്ടം തുടരാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ക്യാബിനറ്റിന് ഒരു പ്രത്യേകതരം സ്വഭാവമുണ്ട് എന്ന് മനസ്സിലാക്കണോ സൈഫ്? തീരുമാനങ്ങൾ പിണറായി വിജയൻ എടുക്കുന്നു, അത് ക്യാബിനറ്റിന്റെ തീരുമാനമായി പുറത്തു വരുന്നു എന്നൊക്കെ കടത്തി പറയാൻ കഴിയുന്നില്ല. ഇപ്പൊ പലപ്പോഴായി ഈ ക്യാബിനറ്റിൽ നമ്മൾ ചില സംഗതികൾ കേൾക്കുന്നുണ്ടല്ലോ. നിഷാദ്, അത് ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്കൊരു അത്ഭുതത്തോടു കൂടി നോക്കിക്കാണേണ്ട സംഭവമായി നിഷാദ് ഈ പറഞ്ഞ കാര്യങ്ങളെ കാണേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം അത് സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നതാണ്. ക്യാബിനറ്റിൽ അങ്ങനെ പല തീരുമാനങ്ങൾ വരും, ഔട്ട് ഓഫ് അജണ്ട ആയിട്ട് വരും. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസന്റ് ചെയ്യും. അത് അംഗീകരിച്ചു പോകുന്ന ഒരു പതിവ് അത് ഈ സർക്കാരിന്റെ കാലത്തല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെല്ലാം നമ്മൾ കണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഈ പറയുന്ന ഘടകകക്ഷികൾക്ക് പരസ്യമായി, ഘടകകക്ഷികളുടെ മന്ത്രിമാർക്ക് പരസ്യമായി എതിർപ്പ് രേഖപ്പെടുത്താൻ കഴിയില്ല. കാരണം ക്യാബിനറ്റിന്റെ അജണ്ടയിലേക്ക് ഈ വിഷയം കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ഈ മന്ത്രിമാർ, ഇപ്പോൾ കൃഷ്ണൻകുട്ടി ആയാലും അതുപോലെ തന്നെ CPI-യുടെ 4 മന്ത്രിമാരായാലും എല്ലാം അതിനകത്ത് എതിർപ്പുണ്ടെങ്കിൽ എതിർപ്പ് രേഖപ്പെടുത്തേണ്ടതാണ്. ആ എതിർപ്പ് എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല എന്നുള്ളത് അവരുടെ പ്രസ്ഥാനങ്ങൾ, അതായത് ഈ JDS ആയാലും CPI ആയാലും ആ മന്ത്രിമാരോട് ചോദിച്ച് മന്ത്രിമാർ മറുപടി പറയേണ്ട ആ വിഷയമാണ്. അങ്ങനെ ഒരു എതിർപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതിനൊപ്പം തന്നെ നിഷാദ് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, മറ്റു വകുപ്പുകളുമായി കൂടിയാലോചന നടത്താതെ ഏകപക്ഷീയമായി മന്ത്രിസഭാ യോഗത്തിലേക്ക് ഒരു അജണ്ട കൊണ്ടുവരുന്നു. ആ അജണ്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിസഭാ യോഗത്തിലേക്ക് വരുന്നത്. അത് അംഗീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്നു. അതിന് ഏറ്റവും അവസാനത്തെ ക്യാബിനറ്റ് നോട്ടിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അതിന് ഏറ്റവും അവസാനം പറയുന്നത് ഇത് പ്രകാരം ഇതിന് അനുമതി നൽകാമോ എന്നുള്ള ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഏറ്റവും അവസാനം വരുന്നത്. ആ ക്വസ്റ്റ്യൻ മാർക്ക് ശരിവെച്ച് വിടുന്ന ഒരു രീതി അത് മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോഴല്ല, അത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ടുവരുന്ന ഒരു രീതിയാണ്. അതിന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഇനി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് നിഷാദ്.